ഹലോ, വെൽക്കം ബാക്ക് ടു ലേഡീസ് പ്ലാനറ്റ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ചേമ്പ് കൊണ്ട് ചെയ്തെടുക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും, എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാനും പറ്റും. നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് മുതലേ ഉണ്ടാക്കുന്നൊരു കറി തന്നെയാണ്. അപ്പോൾ ഒരുപാട് പേർക്ക് അറിയുന്നതായിരിക്കും, അറിയാത്തവരുണ്ടെങ്കിൽ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ല കേട്ടോ. അത്രയും ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്നുള്ളത് നോക്കാം. ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1/2 കിലോ ചേമ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. എന്നിട്ട് നമുക്ക് വലിയ ചേമ്പൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ചെറുത് അതുപോലെ തന്നെ എടുത്താൽ മതി കേട്ടോ. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് കുക്കറിലേക്ക് കഷ്ണങ്ങളാക്കിയിട്ടുള്ള ചേമ്പ് ചേർക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 4 പച്ചമുളക് കീറിയതും 1 ടീസ്പൂൺ ഉപ്പും 1/2 കപ്പ് വെള്ളവും ചേർത്തിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ മുളക് പൊടി ചേർക്കാം കേട്ടോ. ഞാനിവിടെ മുളക് പൊടി ചേർക്കുന്നില്ല, പച്ചമുളക് മാത്രമേ ചേർക്കുന്നുള്ളൂ കേട്ടോ. എന്നിട്ട് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് 2 വിസിൽ വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ആ സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള അരപ്പ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് തേങ്ങ ചിരവിയതും 3 ചുവന്നുള്ളിയും 1/4 ടീസ്പൂൺ നല്ല ജീരകം, അതായത് ചെറിയ ജീരകം കൂടെ ചേർത്തിട്ട് നമുക്കിത് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഈ ഒരു കറിയിലേക്ക് ഞാൻ പുളിക്ക് വേണ്ടിയിട്ട് മോരാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ വെള്ളം അധികമായി പോയാലോ എന്ന് വിചാരിച്ചിട്ട് ഇത് അരച്ചെടുക്കുന്നതും കുറച്ച് മോരൊഴിച്ചിട്ടാണ്. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് മോരൊഴിച്ചിട്ടുണ്ട്. അതിൽ നിന്നും കുറച്ചെടുത്തിട്ട് ഇത് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ പ്രഷർ കുക്കറിൽ ആവിയൊക്കെ പോയിട്ട് ചേമ്പ് നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ബാക്കിയുള്ള മോര് ആദ്യം ഒഴിച്ചു കൊടുക്കാം. പുളിക്കനുസരിച്ചിട്ട് മോരെടുക്കുക കേട്ടോ. മോരിന് പകരം പുളിവെള്ളം എടുത്താലും മതി. മോരാണെങ്കിൽ ഒന്നും കൂടെ ടേസ്റ്റ് ഉണ്ടാവും. പുളി പിഴിഞ്ഞിട്ട് ഒഴിച്ചിട്ടും നമ്മളിത് ഉണ്ടാക്കാറുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചെടുത്ത തേങ്ങ കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കിയെടുക്കുക. അപ്പോൾ നല്ല തിക്കായിട്ടാണ് കേട്ടോ ഉണ്ടായത്. അപ്പോൾ ഞാൻ മോരെടുത്ത ആ കപ്പിൽ കുറച്ചൊരു 1/2 കപ്പും കൂടെ വെള്ളം എടുത്തിട്ട് തിരിച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ല പോലെ ഒന്ന് ഇളക്കിയെടുക്കുക. എന്നിട്ട് ചെറുതായിട്ട് തിള വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ, ഇല്ലെങ്കിൽ ഈ സമയത്ത് ചേർക്കാം. അപ്പോൾ നല്ല പോലെ അങ്ങോട്ട് തിളക്കാൻ പാടില്ല. ചെറുതായിട്ട് തിള വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് കടുകും കറിവേപ്പിലയും താളിച്ചിട്ട് കൊടുക്കാം. ഈ സമയത്ത് നമ്മുടെ കറിക്ക് നല്ലൊരു കളറിന് വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. കടുകും കറിവേപ്പിലയും കൂടെ വറുത്തൊഴിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ചേമ്പ് കറി റെഡി. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇതുപോലൊരു കറി ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ കോമൺ ആയിട്ട് ഉണ്ടാക്കുന്നതാണ്. ചിലപ്പോൾ ചിലർക്കൊക്കെ പുതിയ റെസിപ്പി ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കാറുണ്ടെങ്കിൽ അത് പറയാം. നിങ്ങൾ വേറെ ഏത് രീതിയിലാണ് കറി ഉണ്ടാക്കുന്നതെങ്കിൽ അതും കൂടെ ഒന്ന് താഴെ ഷെയർ ചെയ്യാം കേട്ടോ. എന്തെങ്കിലും ഡിഫറൻസ് ഒക്കെ ഉണ്ടെങ്കിൽ. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാനും കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്